കൊച്ചി MG റോഡിൽ അപകടാവസ്ഥയിലായ കെട്ടിടം ഇന്ന് പൊളിച്ചു നീക്കും. കെട്ടിട ഉടമ തയ്യാറായില്ല എങ്കിൽ കോർപ്പറേഷൻ തന്നെ നേരിട്ട് നടപടി സ്വീകരിച്ച് പൊളിക്കൽ നടത്തും. സമീപ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. പൊളിക്കൽ ചെലവും സമീപ കെട്ടിടങ്ങളിലെ നഷ്ടപരിഹാരവും ഉടമയിൽ നിന്ന് ഈടാക്കാനാണ് തീരുമാനം. അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, ഇന്ന് തന്നെ പൊളിക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ കെട്ടിട ഉടമയുടെ സമ്മതമുണ്ടോ, അതോ കോർപ്പറേഷൻ തന്നെ ഇടപെടേണ്ടി വരുമോ? ശ്രുതി, ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഈ കെട്ടിട ഉടമക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതായത് ഒരു ദിവസത്തിനുള്ളിൽ ഇത് പൊളിച്ചു മാറ്റണം, ഇത് സമീപത്തെ കെട്ടിടങ്ങൾക്കടക്കം ഭീഷണിയാണ് എന്നതായിരുന്നു പ്രധാനമായും നോട്ടീസിൽ പറയുന്നത്. മാത്രവുമല്ല, അത്തരത്തിൽ പൊളിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ കോർപ്പറേഷൻ നേരിട്ട് പൊളിക്കുമെന്നും അതിന്റെ ചിലവ് ഈ ഉടമയിൽ നിന്ന് ഈടാക്കുമെന്നും ആ നോട്ടീസിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാലാവധി കഴിഞ്ഞിട്ടും മറ്റ് നടപടിയിലേക്ക് ഈ ഉടമ കടന്നിട്ടില്ല. ഉടമ വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജാക്കി വെച്ച ഈ കെട്ടിടം ഉയർത്താൻ ശ്രമിച്ച കമ്പനി അത് ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയുമാണ്. അവരുടെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മറ്റ് സുരക്ഷാ ആശങ്കകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 നില വീടാണ്. സ്വാഭാവികമായും ചുറ്റും കെട്ടിടങ്ങളുണ്ട്. അതിൽ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക്, അതൊരു കൊമേഴ്ഷ്യൽ കെട്ടിടമാണ്, ആ കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഈ വീട് ചാഞ്ഞു കിടക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാൻ, മഴക്കാലം കൂടിയാണ്, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷൻ അടിയന്തര നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ ഇതിന്റെ പൊളിക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഫയർഫോഴ്സ് അടക്കമുള്ള സേനകളും എത്തി അവിടെ പരിശോധനയും നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്ക് കടക്കുക. ഇന്നലെ കോർപ്പറേഷൻ മേയർ അടക്കം ഈ വീടും മറ്റും സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.